പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുവാനായി ഒരുങ്ങുന്ന ക്രിസ്തീയ യുവതി യുവാക്കൾക്ക് അതിനായി പരസ്പര സമ്മതം നൽകുന്ന അവസരത്തിൽ പ്രത്യേക ദൈവാനുഗ്രഹം ആവശ്യമാകുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാർ സ്റ്റാനിസം നിശ്ചിതരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നാം ഈ ഭവനത്തിൽ സമ്മേളിച്ചിരിക്കുക. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുന്നതിനും പ്രാർത്ഥനയിലും ഹൃദയത്തിലും ഞങ്ങളെ തന്നെ വിവാഹത്തിനായി ഒരുക്കുന്നതിനും അങ്ങേ പരിശുദ്ധയോടും പക്വതയോടും കൂടി വിവാഹത്തെ സമീപിക്കുവാനും ഇവരെ ദൈവമായ കൽപ്പനകൾ പാലിച്ചവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ. കർത്താവിൻ്റെ സുവിശേഷം. പ്രതിവേന സങ്കീർത്തനം. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. കർത്താവ് കൃപാലുവും കരുണാമയിലും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവസൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. എല്ലാവരും അങ്ങനെ ദൃഷ്ടി പഠിപ്പിച്ചിരിക്കുന്നു. വന്നവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തിയിൽ കൃപാപൂർണവുമാണ്. ദൈവം എല്ലാവർക്കും ഒരു സ്വർഗീയ അനുഗ്രഹങ്ങളെ സമ്പന്നരായി പരസ്പര ബഹുമാനത്തിൽ സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സ്നേഹത്തിനും സമാധാനത്തിനും ഉറവിടമായ കർത്താവ് നിങ്ങളിൽ വസിച്ച നിങ്ങളുടെ മാർഗത്തെ നയിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഈ ഭവനത്തിലും ഈ വിവാഹത്തിലും ഈ മക്കളിലും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം പിതാവത്തിനും പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. All
the best thing I have found. You're the best thing I have found. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സ്റ്റെനിസ് ജെ ഡാനിയൽ, നിഷിത മോഹനൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് പൂർണ്ണമായ സ്നേഹത്തോടും പരസ്പര സമ്മതത്തോടും കൂടെയാണ് സ്റ്റെനിസും നിഷിതയും ഈ അൾത്താരെ സമീപിച്ച് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനായി ഒരുങ്ങുന്നത്. തീർച്ചയായും വിവാഹം എന്ന കൂദാശ അത് പൂർണ്ണമാകണമെങ്കിൽ ക്രിസ്തു അവിടെ ഉണ്ടാകണം. നമ്മൾ വിവാഹ ദിനത്തിൽ എപ്പോഴും വായിച്ചു കേൾക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ ആ കല്യാണം നടക്കുന്ന വേളയിൽ ഒരു കുറവുണ്ടാകുന്നു. പക്ഷെ ആ കുറവിലേക്ക് കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവിടെ ആ വിവാഹം അർത്ഥപൂർണമായി മാറുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും നിങ്ങൾക്ക് കുറവുകളും നിറവുകളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ വിളിക്കുവാനും ക്രിസ്തുവിനെ ആ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും നിങ്ങൾ പരിശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകും. ഓരോ വിവാഹവും ഒരു കൂദാശയാണ്. കാരണം ചില രഹസ്യങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രഹസ്യം. അപ്പം മുറിയപ്പെടുന്നുണ്ട്, പക്ഷേ അത് ഭക്ഷിക്കുമ്പോൾ എല്ലാവർക്കും സ്വാദിഷ്ടമുള്ള വസ്തുവായിട്ട് മാറുന്നു. വിവാഹ ജീവിതത്തിൽ ഒരുപക്ഷെ മുറിയപ്പെടുന്ന അവസരങ്ങളുണ്ടാകാം. ആ അവസരങ്ങൾക്കിടയിലും മറ്റുള്ളവർക്ക് സന്തോഷവും മാധുര്യവും പകരുന്ന ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വീഞ്ഞിനെ സംബന്ധിച്ച് അത് എത്രത്തോളം പഴക്കം ചെല്ലുന്നു അത്രത്തോളം വീര്യം വീഞ്ഞിന് ലഭിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പഴക്കം ചെല്ലും തോറും വീഞ്ഞിനെ പോലെ വീര്യമുള്ള സ്നേഹത്താൽ ബന്ധിതമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് മാതൃകയുള്ള ദമ്പതികളായി നിങ്ങൾ മാറുകയുള്ളൂ. തീർച്ചയായും കത്തോലിക്കാ സഭയിൽ ഏറ്റവും വലിയ ഒരു കൂദാശ തന്നെയാണ് വിവാഹം. ബാക്കി എല്ലാ കൂദാശയിലും പുരോഹിതർ കാർമ്മികരാകുമ്പോൾ മുഖ്യ കാർമ്മികരായി ഈ വിവാഹ കൂദാശയിൽ വരുന്നത് ദമ്പതികളാണ്. കാരണം അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നിങ്ങൾ നൽകുന്ന പരസ്പര സമ്മതവും നിങ്ങളെടുക്കുന്ന വിവാഹ ഉടമ്പടിയുമെല്ലാം അത്രത്തോളം പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ നിങ്ങളെടുക്കുന്ന ഈ ഉടമ്പടി പ്രകാരം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും കർത്താവുമായിട്ടുള്ള ഉടമ്പടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഇന്നേ ദിനം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള കൃപയും കരുത്തും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം,
ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതന ദൈവത്തിൻ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനീഹങ്ങളേ കാരുണ്യം തോന്നണേ ഞങ്ങളെ. ലോകത്തിൻ പാവനീഹങ്ങളേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവേ നിത്യമഹിമാവിൻ തേജസ്സ് പാവനാത്മാവോദം നയിക്കട്ടെ. വാഴുന്ന ക്രിസ്തുവേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങോദാരേകനാം നാദനൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളോടുകൂടെ ഉണ്ടായിരിക്കുകയും മാനവംശത്തിന്റെ വർദ്ധനയ്ക്കായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിക്കപ്പെടുന്നതും അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന് നന്ദയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ
മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. We know that the congregation is multicultural and multilingual, so we are going to have the nuptial blessing in English to make the bride and groom comfortable. There are a few questions before the consent. After that, the bride and the groom will exchange their consent for marriage.
After that, there is the blessing of the thali, rings, and mantra kodi, and they will exchange the rings, etc. There is a short service. Can you be seated, and I invite the witnesses, Jairaj, 2 witnesses to accompany the bride. Dearly beloved, you have come together into the house of the church so that the presence of the church minister and the community, your intention to enter into marriage may be strengthened by the Lord with a sacred seal. Christ abundantly blesses the love that binds you through a special sacrament. He enriches and strengthens those who are already consecrated by holy baptism, that they may be faithful to each other forever and assume all the responsibilities of married life. And so in the presence of the church, I ask you to state your intentions. Stanis Nishida, have you come here to enter into marriage without coercion, freely and wholeheartedly? I have. Are you prepared, as you follow the path of marriage, to love and honor each other for as long as you both shall live? I am. I am. Are you prepared to accept the children lovingly from God and to bring them up according to the law of Christ and of His church? I am. Now they are going to exchange the consent. Since it's your intention to enter the covenant of holy matrimony, join your hands, right hands, and declare your consent before God and His church. So, I, Stanis J. Daniel, take you, Nishita Mohanan, to be my wife. I promise to be faithful to you in good times and in bad, in sickness and in health, to love you and to honor you all the days of my life. I, Nishita Mohanan, take you, Stanis J. Daniel, to be my husband. I promise to be faithful to you in good times and in bad, in sickness and in health, to love you and to honor you all the days of my life. may the Lord, in His kindness, strengthen the consent you have declared before the church and graciously bring to fulfillment His blessing within you, that God joins together, let no one put asunder. Let us bless the Lord. Thanks be to God. Now it is the blessing of thali, rings, and mantra kodi. May the Lord bless this thali and these rings which you will give to each other as a sign of your love and fidelity. Lord, bless this mantra kodi, the bridal garment, which is a symbol of grace through the baptismal grace they have put on Christ. Grant us the grace to be witnesses to the holy covenantal relationship between Christ and His church, and put on the garment of glory in heaven. Amen. Nishita, I receive this thali, as a sign of my love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit.
Nishita, receive this ring as a sign of my love and fidelity in the name of the Father and of the Son and of the Holy Spirit. Stannis, receive this ring as a sign of my love and fidelity in the name of the Father and of the Son and of the Holy Spirit. സർവ്വലോകത്തെയും വിശേഷിച്ച ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥൻ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളെ പ്രശോഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ ദീർഘം പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനുമുള്ള കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എന്നെ നിൻ കാഴ്ചയായി മാറ്റിയിടൂ. തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടാ. സഹോദരരെ, നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിൻ വിവാഹത്തിന്റെ പാവന ഉടമ്പടിയുടെ മുദ്രണത്തിനായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിന്റെ നന്മയുടെ ഉറവിടമായ
അതിൻ്റെ തന്നെ ഉദാരമതിയായ നിയന്താവായിരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. വിശുദ്ധ വിവാഹത്തിന്റെ മനോഷ്ടമായ ചാരിത്രശുദ്ധി ദത്തുപുത്രന്റെ വർധനയ്ക്ക് ഉപകരിക്കുന്നതിനും മനപ്പൊരുത്തത്തിന്റെ മാതിരി നുകർത്താനും സമാധാനത്തിന്റെ അഭിവാജ്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി അങ്ങ് ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവേ, ശിശുക്കളുടെ ജനനം ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്നാനത്തിലുള്ള നവജന്മം സഭയുടെ വർധനവിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരും അങ്ങനെ അങ്ങേ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ അങ്ങ് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ വിവിധ പ്രവർത്തനങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവിടുന്ന് വഴി മാലാഹമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, നിരുപാവമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യനുമാ. അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകളം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെൽവസ്റ്റർ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായ നിർഭയം നമുക്കേറ്റിയെല്ലാം ക്രിസ്തുവിൽ വിവാഹിതരായ അവിടുത്തെ ഈ ദാസരുടെ മേൽ അവിടുത്തെ കൃപയുടെ ആശീർവാദം കാരുണ്യപൂർവ്വം ചൊരിയണമേ. ദൈവമേ, അങ്ങേ മഹാശക്തിയാൽ ഇല്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് പ്രപഞ്ചോൽപത്തി ക്രമീകരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ വേർപെടുത്താനാവാത്ത തുണയാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേൽ അവർ രണ്ടല്ല ഒരു ശരീരമാണെന്നും സംപ്രീതിയോടെ അങ്ങ് ഒന്നാക്കി തീർത്തവരെ ഒരിക്കലും വേർപെടുത്താൻ പാടുള്ളതല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. ദൈവമേ, വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും കൂദാശ പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായ രഹസ്യമാക്കി പൗത്രീകരിച്ചുവല്ലോ. ദൈവമേ, അതുവഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചിട്ടുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവഭാവത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താൽ ഉളവായ വിനാശത്താലോ നഷ്ടപ്പെടാതെയുള്ളൂ.
വിവാഹബന്ധത്തിൽ ഒന്നായി തീർന്ന അങ്ങേ ഈ ദാസന്റെ മേൽ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അവർ പ്രത്യാശിക്കുന്ന അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം ഇവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കുവാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് സ്നേഹം ചൊരിയണമേ. അങ്ങേ ദാസിയായ മകളുടെ മേൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ കൃപയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവളായി ഇവൾ നിലനിൽക്കട്ടെ. ഇവളുടെ ഭർത്താവിൻ്റെ ഹൃദയം ഇവളിൽ വിശ്വാസം അർപ്പിക്കട്ടെ. ഇവളെ തുല്യ പങ്കാളിയും കൃപാപര ജീവിതത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചുകൊണ്ട് ഇവൾക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവളെ സ്നേഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുകയും അങ്ങേ ഈ ദാസർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏക ശരീരമായി തീർന്ന ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തിയാർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുകയും സന്താന ലാഭത്താൽ അനുഗ്രഹീതരാകുകയും സുഹൃത സമ്പന്നരായ മാതാപിതാക്കളായി തീരുകയും അവരുടെ സന്താന പരമ്പര കാണുകയും ഇവർ ദീർഘായുസുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്തെന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകണമേ. കുഞ്ഞാട് ശാന്തി നൽകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവനബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ, ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരായി തീർക്കുവാനും അങ്ങിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചുരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. On behalf of everybody gathered here, wish Stanis and Nishita a very long and happy married life. God bless you and keep you. I found a love for me. Well, darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Well, darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, we're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. I see my future in your eyes. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you look perfect tonight. No, no, no.
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരിച്ചറിയിക്കാനായിട്ട് ദൈവം സന്നിധിയിൽ Let me introduce bride and groom. നമുക്ക് അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് മിസ്റ്റർ ജയരാജ്, മിസ്സസ് ജെനി ആൻഡ് സിസ്റ്റർ സ്നേഹ, ആൻഡ് ഷിജിയുടെ ഫാമിലിയിൽ നിന്ന് മിസ്റ്റർ മോഹനൻ, മിസ്സസ് രജനി ആൻഡ് സിസ്റ്റർ വർഷയാണ് ഉള്ളത്. അച്ഛൻ ടെക് സിസ്റ്റം കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ആൻഡ് ചേച്ചി ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഞങ്ങളുടെ സഹവേദിയിലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് Father Vincent S. Nicholas, Rector of St. Aloysius Minor Seminary, Father Rana, Father Praveen, and Deacon Albert Thomas. Nandi. You fill up my senses like a night in a forest, like the mountains in springtime, like a walk in the rain, like a storm in the desert, like a sleepy blue ocean. You fill up my senses, come fill me again. Come, let me love you, let me give my life to you, let me drown in your laughter, let me die in your arms, let me lay down beside you, let me always be with you. Come, let me love you, come love me my senses like a night in a forest, like the mountains in springtime, like a walk in the rain, like a storm in the desert, like a sleepy blue ocean. You fill up my senses, come fill me again. In your eyes there's a heavy blue, want to love and want to lose. Sweet divine, the heavy truth, water and wine,
don't make me choose. I wanna feel the way that we did that summer night. Drunk on a feeling, alone with the stars in the sky. I've been running through the jungle, I've been running with the wolves to get to you, to get to you. I've been down the darkest alleys on the dark side of the moon to get to you, to get to you. I look for love and every stranger took too much easy anger, all for you, yeah, all for you. I've been running through the jungle, I've been crying with the wolves to get to you, to get to you, to get to you. Your fingertips trace my skin to places I have never been. Blindly I am following. Break down these walls and come on in. I wanna feel the way that we did that summer night. Drunk on a feeling, alone with the stars in the sky. I've been running through the jungle, I've been running with the wolves to get to you, to get to you. I've been down the darkest alleys on the dark side of the moon to get to you, to get to you. I look for love and every stranger took too much easy anger, all for you, yeah, all for you. I've been running through the jungle, I've been crying with the wolves to get to you, to get to you, to get to you. I've been running through the jungle, I've been running with the wolves to get to you, to get to you. I've been down the darkest alleys on the dark side of the moon to get to you, to get to you. I look for love and every stranger took too much easy anger, all for you, yeah, all for you. I've been running through the jungle, I've been crying with the wolves to get to you, to get to you, to get to you. I found myself dreaming in silver and gold, like a scene from a movie that every broken heart knows. We were walking on moonlight and you pulled me close. Split second and you disappeared, and then I was all alone. I woke up in tears with you by my side, breath of relief, and I realized no, we're not promised tomorrow. So I'm gonna love you like I'm gonna lose you. I'm gonna hold you like I'm saying goodbye. Wherever we're standing, I won't take you for granted, 'cause we'll never know it when we'll run out of time. So I'm gonna love you like I'm gonna lose you. I'm gonna love you like I'm gonna lose you. In the blink of an eye, just a whisper of smoke, you could lose everything. The truth is you never know. So I'll kiss you longer, babe. Any chance that I get, I'll make the most of the minutes alone with no regrets. Let's take our time to say what we want, use what we got before it's all gone. 'Cause no, we're not promised tomorrow. So I'm gonna love
I'm saying goodbye. Wherever you stand, I won't take you for granted, 'cause we'll never know when we'll run out of time. So I'm gonna love you like I'm gonna lose you. I'm gonna love you like I'm gonna lose you. बोले चूड़िया बोले कंगना, हाय मैं हो गई तेरी साजना। बोले चूड़िया बोले कंगना, हाय मैं हो गई तेरी साजना। तेरे बिन जिया नहीं लगदा मैं ते मर गईया। लेचा लेचा सोनिए लेचा लेचा, दिल लेचा लेचा। मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नचते ने सारे रंग मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रंग मिल के आज हिले डुल के ले सारे के सारे नजारे। खसबानों का नहीं सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। दीदी जासिम खालिद अन मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പുതല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാടുണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. दीदी सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। दीदी जासिम खालिद अन मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। ജ്ഞാനം വരട്ടെ ആടുമിക്കാൻ കാടിനുള്ളിൽ ഒരു പിന്നാലെ മാമ്പു പൂക്കും മാസമല്ലേ. ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം, ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം, കിന്നാരം ചൊല്ലാം. ജ്ഞാനം വരട്ടെ
ஆத்தாடி ஆத்தாடி ஆடி கபடி பாத்தாடி பாத்தேண்டி பாத்தேண்டி பீலி கபடி பாத்தேண்டி தென்காசி புழையில் வைகாசி திங்கள் துடியிலக்கணு திரையிலக்கணு கண்டே கண்டே നാടൻ കരിക്കിനെ നാണം കുണുങ്ങണ നറുവണ്ണ കുടത്തിനെ ആരാണ്ടൊരുത്തൻ കെണി വെച്ചു പിടിച്ചൊരു കല്യാണം ആരും കൊതിക്കണ നാടൻ കരിക്കിനെ നാണം കുണുങ്ങണ നറുവണ്ണ കുടത്തിനെ ആരാണ്ടൊരുത്തൻ കെണി വെച്ചു പിടിച്ചൊരു കല്യാണം അമ്മാനം പന്തലിട്ടത് നീലാകാശം കുരവയിടാൻ കൂടി വന്നത് കുരുവിപ്പട്ടാളം അമ്മാനം പന്തലിട്ടത് നീലാകാശം കുരവയിടാൻ കൂടി വന്നത് കുരുവിപ്പട്ടാളം പൂരം കാണാൻ ആര്യൻ പാടത്താരാണ് വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാടിത്തേ എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടേ കൊതി തൊഴിലാതെ മധുവിധുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ കണ്ണിണകൾ കടുകു വറുക്കണ സുഖമാണല്ലോ കവിളിണകൾ ചോന്നു തുടിക്കണ പതിവാണല്ലോ ഒരു വട്ടം കൂടി പറയണതെന്തിനി ഞാൻ Better just tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ
നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞേ കൈകുഴഞ്ഞേ നോറ്റു കാത്തു നിന്ന് നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞേ കൈക്കുഴഞ്ഞേ. നാലു നിലപ്പന്തലിൽ നീ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के. तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के. तेरी अखियों का इशारा मुझे बहुत लगे, तू तो मजनू आवारा माय गॉड लगे. हंसने वाले खा के अपनी पॉकेट मनी बता के आया तेरे लिए कैसे तोड़ जाड़ के. घर वालों को भी आए बोल बाल के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के. तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की ठंडक, तू ही दिल की है दस्तक. और कुछ ना जानूं मैं, बस इतना ही जानूं तुझ में रब दिखता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. सजदे सर झुकता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. चुरा के दिल मेरा गोरिया चली, चुरा के दिल मेरा गोरिया चली. पूरा के निंदिया कहाँ तू चली. पागल हुआ दीवाना हुआ, पागल हुआ दीवाना हुआ. कैसी ये दिल की लगी
तुमसे मिलके दिल का है जो हाल क्या कहें, हो गया है कैसा ये कमाल क्या कहें। तुमसे मिलके दिल का है जो हाल क्या कहें, हो गया है कैसा ये कमाल क्या कहें। दुम तारा 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 दुम तारा। ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയങ്ങൾ കാര്യങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കർത്താവേ അമേൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ കാലമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവേ, വിശുദ്ധ വിവാഹം നമുക്ക് കാലം ദൈവമേ വിശുദ്ധ ദൈവത്തിന്റെ ദാസന്മാരുടെ കർത്താവെ കാർമ്മ്യത്തിൽ നടക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹമായ ശുശ്രൂഷകൾക്കും കർത്താവെ മറ്റ് കർത്താവെ ക്രമീകരണങ്ങൾക്കും ശേഷം ഈ സമയത്ത് കർത്താവെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രിയപ്പെട്ട മകനെയും മകളെയും ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന എല്ലാ നന്മകളാലും ദൈവം അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരായവർ കാണുവാൻ വരുമ്പോട്ടുള്ള വഴികളിൽ കർത്താവെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, കർത്താവെ അവരെടുക്കുന്ന കർത്താവെ ചുവടുവയ്പ്പുകൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം പരസ്പരം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു ജോലി കാര്യങ്ങളിൽ കർത്താവെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവനൊരു ഭാര്യ കൊടുപ്പാനിടയായി തീർന്നതുപോലെ കർത്താവെ പ്രിയമകന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവരുടെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു. കർത്താവെ മരണം അവരെ വേർപിരിക്കുമ്പോഴേയും കർത്താവെ ഒന്നിച്ച് സന്തോഷത്തോടെ പാർക്കുവാൻ ദൈവം അവിടുന്ന് കൃപയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവിധ നന്മകളാലും അവരെ നിറയ്ക്കണമേ. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ചു സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, ഇരുവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവരൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തുല്യമാം നാമത്തിൽ തന്നെ. I have died every day.